വെൽക്കം ടു അവർ തഞ്ചാവൂർ വ്ലോഗ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പൊന്നും പണ്ട് മുതലേ ഞങ്ങൾക്ക് പോസിബിൾ അല്ല. കാരണം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫുഡും തന്നെ നമ്മുടെ ട്രിപ്പ് തുടങ്ങി. അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് അവിടുത്തെ തഞ്ചാവൂർ സൂ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ബേർഡ്സ് ഉള്ളൊരു സർക്കിൾ ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ വളരെ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് മൂന്നാർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചേച്ചി കുറേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവസാനം ഒന്ന് രണ്ട് സീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് ഫ്രഷപ്പായി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് തഞ്ചാവൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴികളൊക്കെ ആ ചേച്ചിനോടൊക്കെ ചോദിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, തഞ്ചാവൂരത്തെ പ്രത്യേകത, എല്ലാ സ്പോട്ടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാലസ് കണ്ടുപിടിക്കാൻ പറ്റി. അവിടെ പോയി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ളൊരു ബസ് കയറിയിട്ട് നേരെ പോയിട്ടുള്ളത് തഞ്ചാവൂർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിയം അടിപൊളിയായിരുന്നു. അവിടുത്തെ ഒരു എസ്തറ്റിക് ആംബിയൻസും കാര്യങ്ങളൊക്കെ തരുന്നൊരു മ്യൂസിയം ആയിരുന്നു. എനിക്കവിടെ പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ 3D ഷോ ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മൾ നമ്മുടെ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ കോർണറിലും വ്യത്യസ്തമായ ശില്പകലകളാണ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പുലർച്ചെ ഒരു 5 മണിക്ക് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോയ സമയത്ത് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ വന്നു. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുള്ളത് അവിടെ തന്നെയുള്ള അടുത്തൊരു ടെമ്പിളിലേക്കാണ്, ഐരാവതേശ്വര ടെമ്പിൾ. ഏകദേശം തഞ്ചാവൂർ പെരിയ കോവിലായിട്ട് നല്ല സാമ്യമുള്ള ഒരു ടെമ്പിളും കൂടിയായിരുന്നു. നമുക്ക് അധികം ഡേയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 2 ഡേയ്സ് കൊണ്ട് ഇതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്താണ് തിരിച്ചു വന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, സീ യു.